നമസ്കാരം. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാട്സാപ്പ് അടക്കം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും ചൂട് മൂലം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാമെന്നും കാറുകളിൽ ഇന്ധന ടാങ്കുകൾ മുഴുവനായി നിറയ്ക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ വാട്സാപ്പ് പ്രചരണമാണ് പ്രചരിക്കുന്നത്. സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന പേരിലാണ് സന്ദേശം പ്രചരിക്കുന്നതെന്നും മുന്നറിയിപ്പ് നൽകുന്നു. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെൺ വോട്ടുകളുടെ വർധന ആരെ തുണയ്ക്കുമെന്ന ആശയക്കുഴപ്പത്തിൽ മുന്നണികൾ. 3 മുന്നണിയും സ്ത്രീകൾക്കായി വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് സ്വാധീനിച്ചെന്നാണ് വിലയിരുത്തൽ. ബസിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ വയോധികൻ മരിച്ചു. മേലൂർ കരുവാപ്പടി നെറ്റിക്കാടൻ വീട്ടിൽ 73 വയസ്സുള്ള NT ജോർജാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ കരുവാപ്പടി ജംഗ്ഷനിൽ വച്ചായിരുന്നു സംഭവം. മകന്റെ വിവാഹം ലളിതമാക്കി നിർധന കുടുംബത്തിന് വീടൊരുക്കി CPM ലോക്കൽ സെക്രട്ടറി. 5 അംഗ കുടുംബത്തിനാണ് CPM അഴീക്കോട് ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് റാഫി വീട് നിർമ്മിച്ച് നൽകിയത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെൺവോട്ടുകളുടെ വർധന ആരെ തുണയ്ക്കുമെന്ന ആശയക്കുഴപ്പത്തിൽ മുന്നണികൾ. 3 മുന്നണിയും സ്ത്രീകൾക്കായി വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് സ്വാധീനിച്ചെന്നാണ് വിലയിരുത്തൽ. ആകെ പോൾ ചെയ്ത 19,53,664 വോട്ടുകളിൽ 10,44,141 വോട്ടുകൾ സ്ത്രീകളുടേതാണ്. 1.35 ലക്ഷത്തിന്റെ വ്യത്യാസം. കൊടുങ്ങല്ലൂരിൽ 8,385 സ്ത്രീകളും ചേലക്കരയിൽ 11,241 സ്ത്രീകളും കുന്നംകുളത്ത് 12,575 സ്ത്രീകളും പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തു. ചേലക്കരയിൽ 1,60,981 പേരും കുന്നംകുളത്ത് 1,51,837 പേരുമാണ് ആകെ വോട്ട് ചെയ്തത്. ഗുരുവായൂരിൽ 20,835, മണലൂരിൽ 14,582, വടക്കാഞ്ചേരിയിൽ 8,173, ഒല്ലൂരിൽ 4,589, തൃശൂരിൽ 5,649, നാട്ടികയിൽ 12,090, കയ്പമംഗലത്ത് 14,790, ഇരിങ്ങാലക്കുടയിൽ 11,181, പുതുക്കാട് 6,065, ചാലക്കുടിയിൽ 5,072 പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തി. വീട്ടിലെ വോട്ടുകളുടെയും അവശ്യ സർവീസ് വോട്ടുകളുടെയും കണക്കാണ് ഇനി വരാനുള്ളത്. SIRന് ശേഷം തൃശൂർ മണ്ഡലത്തിൽ മാത്രം 21,598 വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. 2021 1,82,823 വോട്ടർമാരിൽ നിന്ന് SIRന് ശേഷം 1,61,225 വോട്ടുകളായി മാറി. കഴിഞ്ഞവട്ടം 1000-ൽ താഴെ വോട്ടുകൾക്ക് LDF ജയിച്ച മണ്ഡലത്തിൽ ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന ആശയക്കുഴപ്പമുണ്ട്. ഒല്ലൂരിൽ SIRന് ശേഷം 19,680 വോട്ടർമാർ കുറഞ്ഞു. വടക്കാഞ്ചേരി 16,297, ചാലക്കുടി 13,721 വോട്ടുകളും കുറഞ്ഞു. കുന്നംകുളം, മണലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിലും വോട്ടർമാർ കുറഞ്ഞു. ചേലക്കര, ഗുരുവായൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിൽ വോട്ടർമാർ കൂടി. ഗുരുവായൂരിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 15,739 വോട്ടുകൾ കൂടുതലായി പോൾ ചെയ്തെങ്കിലും ആകെ വോട്ടർമാരെ അപേക്ഷിച്ച് പോളിംഗ് നിരക്ക് കുറവാണ്. കൊടുങ്ങല്ലൂർ, ചേലക്കര, കയ്പമംഗലം, കുന്നംകുളം, മണലൂർ, നാട്ടിക എന്നിവിടങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5,000 മുതൽ 7,000 വോട്ടുകൾ കൂടുതലായി പോൾ ചെയ്തപ്പോൾ വടക്കാഞ്ചേരി, തൃശൂർ, പുതുക്കാട്, ഒല്ലൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ കുറവുണ്ടായി. മീഡിയ ടൈം, തൃശൂർ. ബസിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ വയോധികൻ മരിച്ചു. മേലൂർ കരുവാപ്പടി നെറ്റിക്കാടൻ വീട്ടിൽ 73 വയസ്സുള്ള NT ജോർജാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ കരുവാപ്പടി ജംഗ്ഷനിൽ വച്ചായിരുന്നു സംഭവം. സ്റ്റോപ്പിൽ നിന്നും ബസ് എടുത്ത് ഡോർ അടയ്ക്കും മുൻപേ ജോർജ് പുറത്തേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് അതേ ബസ്സിൽ തന്നെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും 10:30 മരണം സംഭവിക്കുകയായിരുന്നു. മകന്റെ വിവാഹം ലളിതമാക്കി നിർധന കുടുംബത്തിന് വീടൊരുക്കി CPM ലോക്കൽ സെക്രട്ടറി. 5 അംഗ കുടുംബത്തിനാണ് CPM അഴീക്കോട് ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് റാഫി വീട് നിർമ്മിച്ച് നൽകിയത്. വീടിന്റെ താക്കോൽ കൈമാറ്റം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ചതിന് ശേഷം CPM അഴീക്കോട് ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന KA മുഹമ്മദ് റാഫിയാണ്
മകന്റെ വിവാഹം ലളിതമാക്കി വിവാഹത്തിന് വേണ്ടിവരുന്ന ചെലവിന്റെ മുഴുവൻ സംഖ്യയും നിർധന കുടുംബത്തിന് വീടൊരുക്കി കൊടുത്തുകൊണ്ട് പൊതുപ്രവർത്തകർക്ക് മാതൃകയായത്. പിതാവിന്റെ ആഗ്രഹത്തിനോട് മകൻ സഫ്തറും പ്രതിശ്രുത വധു അനൈതയും യോജിച്ചു. മേനോൻ ബസാറിന് സമീപം താമസിക്കുന്ന ഈരെഴുത്ത് നവാസ്, ബീന എന്നിവരുടെ 5 അംഗ കുടുംബത്തിനാണ് മുഹമ്മദ് റാഫി വീട് നിർമ്മിച്ചു നൽകിയത്. സഫ്തർ എഞ്ചിനീയറായി ബാംഗ്ലൂരും അനൈത കാക്കനാട് ഇൻഫോ പാർക്കിലും ജോലി ചെയ്യുകയാണ്. വീടിന്റെ താക്കോൽ കൈമാറ്റം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ഇങ്ങനെയൊരു വിവാഹത്തിന് സമ്മതമറിയിച്ച വധുവരന്മാരെയാണ് ആദ്യമായിട്ട് ആശംസിക്കേണ്ടത്. അഫ്സലിനും അനൈതയ്ക്കും എൻ്റെ ഹൃദയാശംസകൾ അറിയിക്കുന്നു. മറ്റൊന്ന്, തൻ്റെ ആദർശം അത് കേവലമായി വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തിയിലും താനത് നിർവഹിക്കും എന്ന് പ്രഖ്യാപിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്ത സഖാവ് റാഫിയെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുന്നു, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇത് സമൂഹത്തിനാകെ മാതൃകയായൊരു ദൗത്യമാണ്. നമ്മളെല്ലാം ഒരുപാട് കല്യാണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു, ഞാനും നിങ്ങളും ഒക്കെ. നമ്മളെല്ലാം നിർബന്ധിതരാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ബന്ധുക്കളാവാം, വീട്ടുകാരാവാം, സുഹൃത്തുക്കളാവാം, നാട്ടുകാരാവാം. നമ്മളെ ക്ഷണിച്ചാൽ നമ്മളെല്ലാം പോകുന്നുണ്ട്. ഒരുപാട് വിവാഹങ്ങളിൽ പോകാറുണ്ട്, ഞാൻ നിങ്ങളൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇന്ന് കല്യാണം എന്ന് പറയുമ്പോൾ വലിയൊരു ആഘോഷമായിട്ട് മാറുന്നുണ്ട്. ഇപ്പം ചിലയിടങ്ങളിലെല്ലാം ഇത്രയും വേണോ എന്ന് നമുക്ക് മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷെ അതൊരു പലയിടത്തും ഒരു മത്സരമായി മാറിക്കഴിഞ്ഞൊരു കാലമാണ്. ഇപ്പം നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ 4 ദിവസത്തെ കല്യാണം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള പാങ്ങും ആർക്കും ഉണ്ടായിരുന്നില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, ET ടൈസൺ MLA, കയ്പമംഗലം LDF സ്ഥാനാർത്ഥി KK വത്സരാജൻ, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PK ഷംസുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി, CPM നാട്ടിക ഏരിയ സെക്രട്ടറി ഹാരിസ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KS ജയ, നൌഷാദ് കറുകപ്പാടത്ത്, പേബസാർ മഹൽ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K രമേശ് ബാബു, SN പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് എന്നിവർ സംസാരിച്ചു. വധുവരന്മാർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നെടിയതളി ശിവക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടെ സമാപിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹവനം, മൃത്യുഞ്ജയ ഹോമം, വിവിധ അഭിഷേകങ്ങൾ, ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കൽ, ആറാട്ട് എഴുന്നള്ളിപ്പ്, കാഴ്ചശീവേലി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബാബു ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ഗിരീഷ് ശാന്തി, ക്ഷേത്രം ശാന്തി അനീഷ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. മാള കാർമൽ കോളേജിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സെനിത് സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് ട്രെയിനിംഗ്, കരിയർ ഗൈഡൻസ്, ക്രിയേറ്റീവ് ആക്ടിവിറ്റികൾ, ടീം ബിൽഡിംഗ്, ഗെയിംസ് തുടങ്ങിയവയിലാണ് ക്യാമ്പിൽ സൗജന്യമായി പരിശീലനം നൽകുന്നത്. കോളേജിൽ സംഘടിപ്പിച്ച ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നോവ ടാലൻ്റ് ഇന്റർ സ്കൂൾ ടാലൻറ്റ് ഹണ്ട് വിജയികളായ വിദ്യാർത്ഥികൾ നിലവിൽ ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശനം എടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വികസനത്തെ ലക്ഷ്യമാക്കിയാണ് കാർമൽ കോളേജ് ഈ അവധിക്കാലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സെനിത് സമ്മർ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം 9, 10, +1, +2 വിദ്യാർത്ഥികൾക്കായിരിക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കുക. പരിശീലനം തീർത്തും സൗജന്യമായാണ് നാം ഒരുക്കിയിരിക്കുന്നത്. ക്യാമ്പിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്, കരിയർ ഗൈഡൻസ്, ക്രിയേറ്റീവ് ആക്ടിവിറ്റികൾ, ടീം ബിൽഡിംഗ് ഗെയിംസ് തുടങ്ങിയ വിവിധ പരിശീലന സെഷനുകൾ ഉണ്ടായിരിക്കും. തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തിൽ തങ്ങളുടെ മികച്ച പ്രകടനം നടത്തുന്ന വിവിധ മേഖലകളിലുള്ള
പ്രഗത്ഭരുമായി സംസാരിക്കുന്നതിനുള്ള അവസരവും ഒരുക്കാനായിട്ട് ഞങ്ങളുടെ ഈ ടീം പരിശ്രമിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, സാമൂഹിക കഴിവുകൾ മെച്ചപ്പെടുത്തുക, ഇതാണ് ക്യാമ്പിൻ്റെ പ്രധാന ലക്ഷ്യം. ഏപ്രിൽ 22, 23, 24 തീയതികളിൽ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ, PK രാജേശ്വരി, മെഡ്ലീന ജോലിഷ്, അമൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മാള സർക്കാർ ആശുപത്രിക്ക് സമീപം കോസ്റ്റ ബ്രാൻഡിംഗ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപന ഉടമയുടെ പിതാവ് കൃഷ്ണൻ തോറവകുടി ഉദ്ഘാടനം നിർവഹിച്ചു. വാൾപേപ്പർ, ലെഡ്, സൈൻ ബോർഡ്, വിനൈൽ സ്റ്റിക്കേഴ്സ്, സൺ ഫിലിം, മോസ്കിറ്റോ നൈറ്റ്, കർട്ടൻ, ഇന്റീരിയർ സൊല്യൂഷൻസ് എന്നിവയാണ് കോസ്റ്റ ബ്രാൻഡിംഗിൽ ലഭ്യമാകുന്നത്. സ്ഥാപന കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെൺ വോട്ടുകളുടെ വർധന ആരെ തുണയ്ക്കുമെന്ന ആശയക്കുഴപ്പത്തിൽ മുന്നണികൾ. 3 മുന്നണിയും സ്ത്രീകൾക്കായി വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് സ്വാധീനിച്ചെന്നാണ് വിലയിരുത്തൽ. ബസിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ വയോധികൻ മരിച്ചു. മേലൂർ കരുവാപ്പടി നെറ്റിക്കാടൻ വീട്ടിൽ 73 വയസ്സുള്ള NT ജോർജാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ കരുവാപ്പടി ജംഗ്ഷനിൽ വച്ചായിരുന്നു സംഭവം. മകന്റെ വിവാഹം ലളിതമാക്കി നിർധന കുടുംബത്തിന് വീടൊരുക്കി CPM ലോക്കൽ സെക്രട്ടറി. 5 അംഗ കുടുംബത്തിനാണ് CPM അഴീക്കോട് ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് റാഫി വീട് നിർമ്മിച്ച് നൽകിയത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.